അപ്പോൾ ഈ ബൈബിളിൽ നമുക്കറിയാം പുസ്തകങ്ങൾ പലതുണ്ട്. അതിലൊരു ഭാഗമാണ് സങ്കീർത്തന പുസ്തകങ്ങൾ. മറ്റൊരു പുസ്തകം പ്രവചന പുസ്തകങ്ങൾ, അതായത് മീഖ, യെശയ്യാവ്, യെരമ്യാവ്, ഇങ്ങനെ. പിന്നെ ഒരു ഭാഗമാണ് നമ്മുടെ ഉൽപ്പത്തി. ഈ ഭാഗങ്ങളൊക്കെ ചോദിച്ചാൽ മോശയുടെ ന്യായപ്രമാണം. അതെല്ലാം പഴയ നിയമമാണ്. അപ്പോൾ ഇങ്ങനെ പല കാറ്റഗറിയിലേക്ക് വന്നിട്ട് അപ്പം ചിലരിതാണ് സങ്കീർത്തനം മാത്രം വായിക്കുന്നു, ചിലർക്ക് ഇതിനകത്ത് ചരിത്രങ്ങൾ ഇഷ്ടമാണ്, ചിലർക്ക് യേശുക്രിസ്തു പറഞ്ഞാലുണ്ട് ഒരു കാരണത്തടിച്ചാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കും, ഇങ്ങനെയൊക്കെ പലരും ഒക്കെ പറയാറുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ ആകെ തുക എന്തെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. അതായത് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശുക്രിസ്തു തന്നെ പറഞ്ഞൊരു വചനമുണ്ട് ഈ ബൈബിളിനെ പറ്റി, അല്ലെങ്കിൽ ഈ തിരുവെഴുത്തുകളെ പറ്റി. അതിങ്ങനെയാണ് 24-ന്റെ-44 തൊട്ട് ഞാൻ വായിക്കാമേ. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ. അപ്പം നോക്കിയേ, ഇതെന്താ സംഭവം എന്നറിയാമോ? യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അല്ലേ? അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാർ ഭയന്നുപോയി. ഭയന്നുപോയവര്. കാരണം എന്താണ്? യേശു ക്രിസ്തു പല വാഗ്ദത്തങ്ങളും പറഞ്ഞിരുന്നു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, 3 ദിവസം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് വാഗ്ദത്തം മരിച്ചത് അടക്കപ്പെട്ടിട്ട് 3 ദിവസമായി, ഇതേവരൊരു കാരണം എൻ്റെ പ്രത്യാശ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. കാരണം യേശുക്രിസ്തു ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ എനിക്ക് പ്രത്യാശിക്കാൻ വഴിയുള്ളല്ലോ. പക്ഷെ അവൻ അടക്കപ്പെട്ടു. അത് അപ്പോൾ ഈ ശിഷ്യന്മാരുടെ ഇതുണ്ട്, ഒരു കാര്യമുണ്ടല്ലോ, ഈ 24-ാം അധ്യായം പറഞ്ഞാൽ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ആ കല്ലറിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ വന്നിട്ട് ഈ 13-ാമത്തെ വാക്യത്തോട്ട് വായിക്കും. അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കാര്യം അറിയാതെ, 24-14 യേശുക്രിസ്തു കല്ലറയിൽ നിന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നുള്ള കാര്യം അറിയാതെ, അല്ലെങ്കിൽ യേശുക്രിസ്തു അടക്കപ്പെട്ട കാര്യം മാത്രമേ അറിയത്തുള്ളൂ, ഉയർത്തെഴുന്നേറ്റ കാര്യം അറിയാതെ 2 പേര് ആ ദേശം വിട്ടു പോവുകയാണ്. അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? അന്ന് തന്നെ അവരിൽ 2 പേര് യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൂവസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയില്ല. ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചുകൊണ്ട്, അപ്പൊ എന്താണ്, ഈ 2 പേര് യെരുശലേം വിട്ട് എമ്മൂസിലേക്ക്, അവന്റെ ഗ്രാമമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ റാന്നി പട്ടണമാണെങ്കിൽ അവിടാണ് യേശുക്രിസ്തു കൊണ്ടിട്ട് യെരുശലേമെങ്കിൽ ഈ യഹൂദന്മാരെ പേടിച്ച് ഈ ദേശം വിട്ടു പോവുകയാണ്. ഞാൻ അങ്ങ് അയിലേക്ക് പോകും, കാരണം ഇവന്മാരെ കൊല്ലും. യേശുക്രിസ്തു എന്തിനാന്ന് ചോദിക്കും. ഇത്രയും വലിയ അത്ഭുതം ചേർന്ന് യേശുക്രിസ്തുവിന്റെ കൂടെ, അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ഇവനും അവരിൽ ഒരുത്തനെ പോലെ ഇരിക്കുന്നല്ലോ. ഞാൻ അറിയുന്നില്ല, കാരണം മരണഭീതി കൊണ്ടാ. അപ്പൊ ഇവിടെ ഇതാ സംബന്ധിച്ച് യേശുക്രിസ്തു മരിച്ചത് കൊണ്ട് ഇനി എന്താണ്, ഇവര് പറഞ്ഞു ഒരു കാര്യത്തിനും പ്രസക്തി ഇല്ലാതായി. അവൻ രാജാവായിട്ട് വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇനി അതെല്ലാം പ്രസക്തി, അവൻ മരിച്ചില്ലേ. ഇപ്പൊ ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രി ആകുമെന്നൊക്കെ അങ്ങ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തോ പ്രത്യാശ? നിങ്ങൾ ഇനി എന്നെ പൊക്കിക്കൊണ്ട് നടന്ന് കുറച്ചാള് വിജയൻ ഇവിടുത്തെ പ്രധാനമന്ത്രി ആകും, ഞങ്ങൾ എന്നാൽ അവന്റെ മന്ത്രി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നേ. ഞാൻ പ്രധാനമന്ത്രി ആയാലും ഒന്നുമല്ല, ഞാനങ്ങ് മരിച്ചു. അപ്പൊ പിന്നെ നിങ്ങൾ എന്ന് മാത്രമല്ല, മറ്റുള്ള നിങ്ങളെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തില്ലേ. ഇനി വേണ്ട, രാജാവ് പോന്നു, പ്രധാനമന്ത്രിയുടെ മന്ത്രി പോന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കത്തില്ലേ, കാരണം മരിച്ചു. അപ്പൊ ഈ അനുഭവം ആർക്ക് ഇവർക്കുണ്ട്? ഞാനൊരു ഏകദേശം പറയാം, ഇല്ലില്ല. അപ്പൊ ഈ ഒരു അനുഭവം അവർക്കുണ്ടായി. അപ്പം അവരെന്താണ്, ദേശം വിട്ടു പോകുക. ഇവിടെ വെച്ചാൽ നിന്നയാണ്, അപമാനമാണ്, മരണഭീതിയാണ്. യഹൂദന്മാർ വെറുതെ വിടത്തില്ല. അപ്പൊ അങ്ങനെ അവരെ എമ്മൂസിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ഇവർ തമ്മിൽ സംസാരിച്ചോണ്ടാ പോന്നെ. ഇവർ സംസാരിക്കുകയും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് എന്ന് അവരോട് ചേർന്നുണ്ട്. അപ്പം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കാര്യം ഇവർ അറിഞ്ഞില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവാ. യെരുശലേമിൽ നടന്ന കാര്യവും യേശുക്രിസ്തുവിന്റെ മരണവും കഷ്ടങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ യേശുക്രിസ്തു 3-ാമൻ ഒരാൾ ആയിട്ട് ഇവരുടെ കൂടെ വഴിയാത്ര. ഇപ്പം നമ്മൾ 2 പേരും കൂടെ വഴിയാത്ര പോകുമ്പോൾ ഒരു അപരിചിതനായിരിക്കുന്ന കൂടി നിങ്ങൾ എങ്ങോട്ടോ ഞാനും അങ്ങോട്ടോ നമ്മൾക്കൊന്ന് സംസാരിച്ച് പിന്നെ അങ്ങ് പരിചയപ്പെട്ടു സംസാരിച്ച് പോവുകയാണ്. പക്ഷേ യേശുവാണെന്ന് ഇവർക്ക് അറിയാൻ വയ്യാത്തന്ന് കണ്ണ് നിരോധിച്ചിട്ട്. എന്നിട്ട് ഇവരുടെ സംഭാഷണം നമുക്ക് ശ്രദ്ധിക്കാം. യേശു താനും അടുത്ത് എന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാത്തവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴിയിൽ നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും അറിയാൻ പറ്റാത്തവണ്ണം യേശുക്രിസ്തുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തോ ഈ വഴി കടന്ന് തർക്കിക്കുന്നത്, എന്തോ നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പോഴവർ ക്ലയോപ്പാവ് എന്ന് പേരുള്ളവൻ, ഒരുത്തൻ്റെ പേര് പറഞ്ഞിട്ട് അവൻ്റെ പേര് ക്ലയോപ്പാവാണ്. യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം പറഞ്ഞാ, യെരുശലേമിൽ എന്തൊരു സംഭവങ്ങൾ ഈ ദിവസങ്ങൾ നടന്നേ അല്ലേ? യേശുക്രിസ്തു ക്രൂശീകരണത്തെ ഉദ്ദേശിച്ചാ പറഞ്ഞു. നീ മാത്രം ഇതൊന്നും അറിഞ്ഞില്ലയോ? ആരോടാ ചോദിക്കുന്നത്? യേശുവിനോടാ ചോദിക്കുന്നത്. ഏതെന്നാ പിന്നെ അവരോട് എന്താ 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 സംഭവിച്ചേ? യെരുശലേമിൽ എന്താ സംഭവിച്ചേ എന്ന് കർത്താവോട് ചോദിച്ചു. അവരോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള
പ്രവാചകനായിരുന്ന നാസറേയനായിരിക്കുന്ന യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. ഇവിടെ നോക്കിയ യേശുക്രിസ്തുവിനെ പറ്റി ഇവർ പറഞ്ഞ സാക്ഷ്യം കണ്ടോ? ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായിരിക്കുന്നത്. അപ്പോൾ അവനൊരു പ്രവാചകനായിട്ട് അവർ അംഗീകരിച്ചു. അവനെന്താണ്? ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും എന്താണ്? ശക്തിയുള്ള പ്രവാചകനായിരുന്നു. എന്ന് വെച്ചാൽ വിശ്വസ്തനായിരുന്നു. ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും കുറ്റമറ്റവനായിരുന്നു. ഈ കുറ്റം വരുമ്പോൾ നമ്മുടെ ധൈര്യം പോകും, നമ്മുടെ വാക്കിന് മൂർച്ചയില്ലാതായിട്ട് തീരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ആത്മീയ ഗോളത്തിൽ ഞാനിപ്പോൾ ഏതെങ്കിലും പാപത്തിൽ അകപ്പെട്ട് കിടക്കുന്നവനാണെങ്കിൽ എൻ്റെ വാക്കുകൾക്ക് അധികാരവും ശക്തിയില്ല. ഞാൻ വചനമൊക്കെ പറയും, അത് വേറെ, പിന്നെ സൗണ്ട് കൂട്ടും, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തോടോ നിങ്ങളുടെ മനസ്സോടോ സംസാരിക്കാൻ കഴിയത്തില്ല. കാരണം ഞാൻ പാപത്തിലാണെങ്കിൽ എനിക്ക് അധികാരമില്ല. അപ്പം പക്ഷെ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത് എന്താണ്? അവൻ ദൈവത്തിന് മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും അധികാരം ശക്തിയേറിയവനായിരുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു നസ്രയനായിരിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു ക്രൂശിച്ചു. നോക്കിയേ, നമ്മുടെ മഹാപുരോഹിതന്മാരും എന്ന് വെച്ചാൽ നമ്മുടെ മത നേതാക്കന്മാരെല്ലാം കൂടെ ചേർന്ന് അവനെ എന്ത് ചെയ്തു? പ്രമാണികളും എല്ലാം അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രയേലിനെ വീണ്ടെടുപ്പാനുള്ളവരെന്ന് ആശിച്ചിരുന്നു. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താണെന്നറിയാമോ? യേശുക്രിസ്തു രാജാവായിട്ട് വരുമെന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. അവന്റെ ആ നടപ്പും അവന്റെ അത്ഭുതങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പക്ഷെ ഇവർ വിചാരിച്ചിരുന്നറിയാമോ? ഇസ്രയേലിന്റെ രാജ്യം ഇപ്പോഴെന്താണ്? ഹെരോദാവ് ഭരിക്കുന്നത്. ഈ രാജാവിനെ കീഴ്പ്പെടുത്തി താന് ഹെരോദാവിന് പകരം അവിടുത്തെ ഏകാധിപതിയായിട്ട് വരുമെന്നൊക്കെ ഇവർ വിചാരിച്ചത്. എന്നുവെച്ചാൽ ഈ ലോകത്തിൽ ഒരു പ്രഭുവായിട്ട് അവർ യേശുക്രിസ്തു ശ്രമിച്ചു. അതുകൊണ്ട് അവൻ മരിച്ചുപോയാൽ ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. പക്ഷെ യേശുക്രിസ്തു പറഞ്ഞ എൻ്റെ രാജ്യം ഐക്യമല്ല, അതായത് ലോകം. പക്ഷെ ഇവര് വിചാരിച്ചിരുന്ന ഈ ഭൂമിയിലെ, അപ്പം ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ഒന്നുമല്ല, വരുവാനിരിക്കുന്ന ലോകത്തിന് വേണ്ടിയുള്ള പ്രത്യാശ ക്രിസ്തീയം. ഈ ലോകത്തിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനുള്ളവരാ. പക്ഷെ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത് നമ്മളെ അവിടെ കൊണ്ടുവരാം. അപ്പൊ അതുകൊണ്ട് യേശുക്രിസ്തു മരിച്ചത് അവർക്ക് അങ്ങോട്ട് ഭയങ്കരമായിരിക്കുന്ന ഷോക്കായിപ്പോയി. മരിച്ചത് പോട്ട് അവന് ഉയർത്തെഴുന്നേറ്റ് പദ്ധതിക്ക് നന്നായിരുന്നു അല്ല. അവൻ പറഞ്ഞിട്ടുണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേക്കുമെന്ന്. അത് ഇവരുടെ സംസാരത്തിൽ നമുക്കറിയാം. ഞങ്ങളും അവൻ ഇസ്രയേലിനെ വീണ്ടെടുപ്പാനുള്ളവരെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3 നാളാകുന്നു. ഈ അടക്കം കഴിഞ്ഞ് 3 ദിവസവുമായി. ഇനി എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടോ? ഒന്നും പ്രതീക്ഷിക്കാൻ. നിരാശ കൊണ്ട് നിറഞ്ഞു. അപ്പൊ യേശുക്രിസ്തു മരിച്ചു. അതായത് നമ്മൾ ഒരുവനോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ല നമ്മളോട് ഒരാളും വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവൻ ജീവിച്ചിരിക്കണം. മരിച്ചു പോയാൽ നമ്മളെ സഹായിക്കാൻ. ഇതിനകത്ത് മറ്റൊരു മർമ്മമുണ്ട്, പറയാതറിയാമല്ലോ. മരിച്ചു പോയ ഒരു വ്യക്തിക്ക് ഒരിക്കലും നമ്മളെ സഹായിക്കാനോ നമ്മുടെ വാക്ക് കേൾക്കാനോ പറ്റത്തില്ല. എന്നുവെച്ചാൽ മരിച്ചവരുടെ കല്ലറയിലോ മരിച്ചവരോടുള്ള പ്രാർത്ഥനയോ പോഷത്വമാണെന്നാണ് ഇതിനറിയുന്നത്. അപ്പൊ യേശുക്രിസ്തു അടക്കം ചെയ്തിട്ട് തന്നെ കണ്ടോ അവരുടെ നിരാശ കണ്ടോ? എന്നാൽ പിന്നെ അവന്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നല്ലോ. അവൻ ദൈവപുത്രനായിരിക്കെ, സ്വർഗത്തിൽ നിന്ന് വന്നവനായിരിക്കെ അവന്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചാൽ പോരായിരുന്നോ? പിന്നെ മരിച്ചു പോകുന്ന ഒരു മനുഷ്യന്റെ കല്ലറയിൽ പോയി നമ്മൾ വണങ്ങുമ്പോൾ നമ്മൾ എത്ര പോഷന്മാരാണ്. മരിച്ചവരോട് സംസാരിക്കാൻ ഒരു തരം നമുക്ക് സുബോധമില്ലെന്നാണ്. മരിച്ചു പോയവരുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാൻ നോക്കുക. അപ്പൊ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട് ഇത് 3 ദിവസമായി. അപ്പൊ അവർക്ക് ഇപ്പൊ നമ്മൾ പറയുന്ന ഈ ദൂത് ശരിയാണെങ്കിൽ അവർക്ക് കല്ലറയിൽ പോയിരുന്നു പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അവർ പ്രാർത്ഥിച്ച് അവർ ദേശം വിട്ടു പോവുകയായിരുന്നു. എന്നിട്ടോ 3 നാളാവുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൂതന്മാരുടെ ദർശനം കണ്ടു എന്നും പറഞ്ഞു. ഞങ്ങളെ പ്രേമിച്ചാളാ. ഞങ്ങളുടെ കൂട്ടത്തിൽ 2-3 സ്ത്രീകൾ, അറിയാലോ, മഗ്ദലക്കാട്ടി മറിയൊക്കെ രാവിലെ അങ്ങ് ചെന്നില്ലേ? ചിലപ്പോൾ ദൂതന്മാർ എഴുന്നേറ്റ് കല്ലലിരിക്കുന്നു, അവന്റെ വസ്ത്രം ഇവിടെ ചുരുട്ടി വെച്ചിരിക്കുന്നു, അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേൽക്കുന്നൊക്കെ പറഞ്ഞതായിട്ട് ഞങ്ങൾ കേട്ടു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റും. ഞാൻ വിശ്വസിക്കുന്നത് ഇതൊക്കെ ഒരു ഭ്രമിപ്പിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? ഞങ്ങൾ വിശ്വസിച്ചില്ല. ഇത് ഞങ്ങളെ ചഞ്ചല ചിത്തരാക്കി. ഇതെന്തൊക്കെയാ സംഭവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവനെ കാണണ്ടേ? അവനെ കാണുന്നതുമില്ല. ദൂതന്മാരുടെ ദർശനം കണ്ടത് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറകൾ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അപ്പൊ നോക്കിയാൽ ഇതൊക്കെ സംഭവിച്ചു. അവര് എൻ്റെ സഹോദരിമാർ പറഞ്ഞു ഇന്ന പോലെ അവിടെ ഇല്ല, ഞങ്ങൾ അവനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ പത്രോസൊക്കെ പിന്നെ പുറകെ ഓടിച്ചെന്ന് നോക്കിയപ്പം അവര് പറഞ്ഞ പോലെയൊക്കെ സംഗതി ഉണ്ട്. അതിനകത്ത് കർത്താവില്ല, കർത്താവിന്റെ ശരീരമില്ല. പക്ഷെ എന്താണ്? പക്ഷെ കർത്താവിനെ കണ്ടതും കണ്ടു. അവരവരോട് അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു ഇനി സംസാരിക്കുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ ഒരു മനുഷ്യന്റെ നിരാശ? എന്താണ്? യേശുക്രിസ്തു മരിച്ചു, അടക്കം ചെയ്തു, അവൻ ജീവനോടില്ല. ഇതാണ് ഒരു മനുഷ്യന്റെ നിരാശ. അപ്പൊ അവൻ ജീവനോടുണ്ടെങ്കിൽ നിരാശ മാറുമല്ലോ. നമുക്ക് ബാക്കി വായിക്കുമ്പോൾ അറിയാം. അപ്പൊ എന്താ പറയുക, ഇത്രയും പറഞ്ഞപ്പോ യേശുക്രിസ്തു പറഞ്ഞു, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാര് പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു.
മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെട്ടുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ നോക്കിയേ, യേശു ക്രിസ്തു അപ്പോഴുള്ള ക്രിസ്തു ഇങ്ങനെ കഷ്ടം സഹിച്ച് മരിക്കണമെന്ന് മോശയുടെ ന്യായപ്രമാണത്തിലും അതിന് ഇച്ചിരി ക്ലിയർ ആക്കി പറഞ്ഞത് 24-ാം അധ്യായത്തിന്റെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞതിന്റെ 44-ാം വാക്യം, അവരുടെ ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകും. അപ്പം ഈ സങ്കീർത്തനിലും പ്രവചന പുസ്തകങ്ങളിലും എല്ലാത്തിനകത്തും എഴുതിയിരിക്കുന്ന ആരെ കുറിച്ചാ? യേശു ക്രിസ്തുവിനെ കുറിച്ചാ. യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളും അവനെ പറ്റിയുള്ള പ്രവചനങ്ങളാണ് ഇത് മുഴുവൻ. ഉൽപ്പത്തി മുതൽ എല്ലാം ക്രിസ്തുവിനെ പറ്റി എഴുതിയിരിക്കുന്നത്. അപ്പൊ പറയാണ്, കർത്താവിന് എന്നെ പറ്റി എഴുതിയിരിക്കുന്നതൊക്കെയും അല്ലെ അവനെ പറ്റി എഴുതിയിരിക്കുന്നതൊക്കെ നിങ്ങൾ വിശ്വസിച്ചില്ല. ഈ യെശയ്യാവ് 53 ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ലയോ? അവൻ നമുക്കൊരു അകൃത്യയാഗമായിട്ട് തീരും, അവൻ കഷ്ടങ്ങളെ ഇല്ലേ, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ അടിയേക്കും. ഇതെല്ലാം പറഞ്ഞിട്ടും അവർ തന്നെ അവനെ അടിച്ചു. അപ്പൊ എന്താണ്? ഇതെല്ലാം അവരുടെ കണ്ണിന് മറഞ്ഞിരുന്നു, അവർക്ക് സുബോധത്തിലേക്ക് വരുവാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഇങ്ങനെ പറയാണ്, ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവരെ അറിഞ്ഞു. അപ്പോൾ അവരും എന്നിട്ട് കേട്ടോണേ, അടുത്തപ്പോൾ അവർ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ച് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെട്ടുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ, എമ്മൂസിനോട് അടുത്തപ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന ഭാഗം, അപ്പം ഇടയ്ക്ക് വെച്ച് ഇവനായിട്ട് പരിചയപ്പെട്ടില്ലേ കർത്താവ്. അപ്പം ഇവർക്ക് പോകേണ്ടിയ ആ എമ്മൂസിൽ ചെന്നപ്പം ഈ കൂടെ വന്ന ഈ കർത്താവ് എന്ന് പറഞ്ഞ മൂന്നാമൻ പിന്നെ മുമ്പോട്ടങ്ങ് പോകുന്നതായിട്ടും കാണിച്ചു. കാരണം ഞങ്ങൾ വഴി വെച്ച് കണ്ട് പരിചയപ്പെട്ട് വർത്തമാനം പറഞ്ഞത് ഞങ്ങൾ അത് ഓക്കെ ബൈ പറഞ്ഞ് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവ് പാനല്ല ആശയം ഇവർ വിളിക്കണം. അവരോ ഞങ്ങളോട് കൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു. അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. നോക്കിയേ, യേശു ക്രിസ്തു അവരുടെ കൂടെ സന്ധ്യയായി, ഇനി ഒറ്റയ്ക്ക് പോകണ്ട, ഇത് ഞങ്ങളുടെ പാർക്കുക, നമ്മളോട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. അവരുടെ ഭക്ഷണം വാഴ്ത്തി നുറുക്കി അനുഗ്രഹിച്ച് അവർ പ്രാർത്ഥിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ കണ്ണുകൾ തുറന്നു. ആരുടെ? ഈ ക്ലെയോപ്പാവിന്റെ കൂടെ വന്ന ശിഷ്യന്റെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവർ അവനെ ആര്? ഈ നിരാശയോട് കടന്നു വന്ന യേശുക്രിസ്തു മരിച്ചു ഇനി ഇല്ലെന്ന് പറഞ്ഞിട്ട് നിരാശയോടെ വന്ന ഇവരുടെ കണ്ണ് തുറന്ന് കർത്താവിനെ അവൻ അറിഞ്ഞു. ആ ക്ഷണത്തിൽ തന്നെ കർത്താവ് നിന്ന് മാറിപ്പോയി. ഇനിയത്തെ സംഭവം നോക്കിയേ, അവൻ വഴിയിൽ നമ്മളോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവൻ പറഞ്ഞു. നോക്കി അവർ പിന്നെ സംസാരിക്കണം. നമ്മൾ ഇത്രയും നേരം അവനുമായിട്ട് സംസാരിച്ചില്ലേ? വഴിയില്ലേ 2 നാഴിക നേരം സംസാരിച്ചില്ലേ? അപ്പൊ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു? നമ്മുടെ കർത്താവ് ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ള ഉറപ്പ് അവർക്ക് കിട്ടിയേ. യേശു ക്രിസ്തു ഇപ്പോഴും ഉറപ്പ് കിട്ടിയപ്പോൾ എന്താ ഇവർക്ക് സംഭവിച്ചത്? അവരെവിടുന്നാണ്? യെരുശലേമിൽ നിന്ന് പേടിച്ച് ഇങ്ങോട്ട് ഓടി വരിക. രാത്രിയായി. നോക്കിക്കേ, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകും. കർത്താവ് വാസ്തവമായിട്ട് ഉയർത്തെഴുന്നേറ്റ് ശിമോന് പ്രത്യക്ഷനായത് കൂടിയിരുന്ന് പറയുന്ന 11 കൂടിയുള്ളവരെയും കണ്ടു. നോക്കിയേ, ആ നാഴികയിൽ തന്നെ യെരുശലേമിൽ നിന്ന് പേടിച്ച് എമ്മൂസിലേക്ക് വന്ന ഈ ജനം യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നുള്ള ഉറപ്പ് കിട്ടിയപ്പോൾ ഭയം പോയി, നിരാശ പോയി. അവരെന്താണ്? പിന്നെ യഹൂദന്മാരെ ഒളിച്ച് അവിടെ താമസിക്കാൻ ആഗ്രഹിച്ചവര് സ്വന്തം പ്രാണനെ വകവയ്ക്കാതെ നേരെ തിരിച്ച് വീണ്ടും യെരുശലേമിലേക്ക് മടങ്ങി പോവുക. എന്നുവെച്ചാൽ നമ്മൾ എവിടുന്ന് പേടിച്ചോടിയോ അവിടേക്ക് മടങ്ങി വരിക. ധൈര്യം വന്നപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ എന്താണ് ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ ഉറപ്പാണ് അവനെ തീരനാക്കുന്നത്, അല്ലേ? യേശു ക്രിസ്തു എൻ്റെ കൂടെ, അത് ഇവരുടെ കൂടെ നടന്നിപ്പോൾ എൻ്റെ കൂടെ നടക്കുകയും എന്നോട് സംസാരിക്കുകയും എൻ്റെ കൂടെ ഇരിക്കുകയും എന്നെ സഹായിക്കുകയും ഒക്കെ ചെയ്യുമെന്നുള്ള ഉറപ്പാണ് നമ്മളെന്താണ് ധൈര്യമുള്ളവരാക്കി, നമ്മളെ സന്തോഷമുള്ളതാക്കി തീർക്കുന്നത്. എന്നിട്ട് എന്താണ്? അവര് ശിമോന്റെ അപ്പം ശിഷ്യന്മാരുടെ അടുത്ത് തിരിച്ചു വന്നു. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഇവരെല്ലാം കൂടെ പറയുന്നതാണ്, ശിമോന് പ്രത്യക്ഷനായിരുന്ന കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കണ്ടു, കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കിയില് ഞങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന്, അപ്പൊ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ചെന്തറിയാമോ? അവരുടെ നടുവിലേക്ക് യേശു വന്നു. അപ്പൊ യേശു വരണമെങ്കിൽ എന്ത് ചെയ്യണം? കഥക് തുറന്നിടണോ? വേണോ? വേണ്ട. കഥകളെല്ലാം അടച്ചിട്ട് ഈ അറയ്ക്കകത്തിരുന്നാലും, അല്ലെങ്കിൽ എന്താണ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ലോക്കർ കണ്ടിട്ടുണ്ടോ? ലോക്കർ അതിനകത്ത് കയറിയിട്ടുണ്ടോ? അത് കയറിന്റെ പണി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്.
ഒന്നും 2 അടിയുടെ കോൺക്രീറ്റ് ഇതാണ്. മണ്ടക്കത്തെ സ്ലാബിന് 2 അടി അല്ലെങ്കിൽ അത്ര കനത്തിലെ കോൺക്രീറ്റ് നല്ല കമ്പിയിട്ട് ഭിത്തി അതേ കനം, തറയും അതേ കനം, അല്ലെ തറ മണ്ണല്ല. കാരണം ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ട് അതിനകത്ത് കയറാൻ ബോംബോ ഇല്ലിട്ടാൽ പൊട്ടിത്തെറിക്കുമായിരിക്കും, അല്ല കയറാനൊക്കെ ഇല്ല. അപ്പൊ ഇതിനകത്ത് ഒരുത്തിന് അകപ്പെട്ടാലും യേശുവിനോട് ചെല്ലാൻ കഴിയും. അതുകൊണ്ട് അവർ സംഗീതം പറഞ്ഞാൽ, ഞാൻ സമുദ്രത്തിന്റെ അടിയിൽ ഒളിച്ചിരുന്നാലും നീ അവിടെയുണ്ട്, ഇല്ലേ? ഞാൻ നക്ഷത്രങ്ങളുടെ കൂട് കൂട്ടിയാലും നീ അവിടെ, നിന്റെ മുമ്പിൽ മറവായിരിക്കുന്ന ഒന്നും. അപ്പം നമ്മുടെ എവിടെ, അപ്പം അങ്ങനെ അടുക്ക് നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ അവൻ അറിയാമല്ലോ, ഇല്ലേ? ഹൃദയത്തിലെ ചിന്തനകളും വിചാരങ്ങളും അവന് ആരറിയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, പിന്നെ അവരുടെ നടുവിൽ നിന്നിട്ട് അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു അവർക്ക് തോന്നി. അവന് അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാൻ തന്നെയാകുന്നുവെന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവേൻ. എന്നെ തൊട്ടു നോക്കുവേൻ, എന്നെ കാണുന്ന പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും വരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ച് നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു കണ്ണം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണെ തിന്നു. നോക്കിയേ, പുനരുത്ഥാന ശരീരത്തിലേക്ക് വന്ന കർത്താവ് ഭക്ഷിച്ചെന്ന് അവിടെ എഴുതിയേക്കും. എന്നാൽ ഭൂതത്തിന് ഭക്ഷിക്കാൻ കഴിയത്തില്ല, അതിന് അസ്ഥിയും മാംസവും. പക്ഷേ ഇവിടെ അസ്ഥിയും മാംസവും ഉള്ള ഒരു ശരീരം പോലെയാണ് അവിടെ കർത്താവിനെ ഉയർത്തെഴുന്നേറ്റ്. അതാണ് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധ്യമാകുമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ യേശുക്രിസ്തുവിൽ മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് സ്നാനമേറ്റ ആത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയോടെ ജീവിച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പോടെ സാധ്യമാകും. അല്ല ഇവിടെ കൊണ്ട് കല്ലറ കൊണ്ട് തീരത്തില്ല. അപ്പൊ അതിനൊന്നാമത്തെ ലക്ഷണം എന്താണ്? യേശുക്രിസ്തു മരിച്ചു. ആർക്ക് വേണ്ടി മരിച്ചു? എനിക്ക് പാപിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി മരിച്ചു. പാപിക്ക് വേണ്ടിയിട്ടൊരു വാക്കിനും പറഞ്ഞ, എനിക്ക് വേണ്ടി മരിച്ചു. പൗലോസ് എന്താ പറയുക? എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം പൗലോസ്ലീഹ പറയുന്നത് യേശുക്രിസ്തു മരിച്ചത് നമുക്ക് വേണ്ടിയിട്ടല്ല, പാപികൾക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലേ? ഇതാ ക്രിസ്ത്യ. എനിക്ക് വേണ്ടി മരിച്ച ക്രിസ്തു എന്ന് മാത്രമല്ല, അവൻ മരിച്ചു, എനിക്ക് പകരക്കാരായിട്ട് മരിച്ചു, അടക്കപ്പെട്ടുവെങ്കിലും അവൻ ഇതാ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്നേക്കുന്നത്. യേശു ക്രിസ്തു, ഞാൻ പരസ്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയും, യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു. ഓക്കെ, നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് മരിച്ചു, അടക്കപ്പെട്ടു. അത്രയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രത്യാശ എന്ത് ചെയ്യേ? അവൻ ഉയർത്തെഴുന്നേറ്റല്ലെങ്കിലുള്ള നമുക്ക് പ്രത്യാശ വരുന്നത്. അപ്പൊ നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുള്ള. അപ്പൊ ഈ രണ്ടുപേർക്ക് പ്രത്യാശ വന്നപ്പോഴാ യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്ന ഉറപ്പ് കിട്ടിയപ്പോൾ അവരുടെ ഭയം മാറി, നിരാശ മാറി, ദുഃഖം മാറി, അല്ലേ? അവരെന്താണ് ധൈര്യമുള്ളവരായിട്ട് മടങ്ങിപ്പോയി. അപ്പൊ ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം, യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഉയർത്തെഴുന്നേറ്റ് ഇപ്പോഴും ജീവിക്കുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെ അവൻ രക്ഷിക്കും. കാരണം ജീവിച്ചിരിക്കുന്ന ഒരാൾക്കല്ലേ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതാ ഞാൻ വീണ്ടും പറഞ്ഞു, മരിച്ച ഒരാൾക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? ഈ യേശുക്രിസ്തു പോലും മരിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് എന്ന് വിശ്വസിക്കാത്തയാൽ അവൻ നിരാശപ്പെട്ടു പോയി. അപ്പൊ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റ് എന്ന് വിശ്വസിക്കാഴിയാൽ ഇവർ നിരാശരാണെങ്കിൽ, അത് ദൈവപുത്രനെ പറ്റിയാ, സകലത്തിനെ ജീവിപ്പിക്കുന്നതിനെ പറ്റിയാ, ലാസറിനെ ഉയർപ്പിച്ചവനാ. ഇത്രയും അത്ഭുതം കാണിച്ചവൻ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടപ്പോൾ ഈ ശിഷ്യന്മാര് പേടിച്ചു പോവാ. ഞാൻ പറഞ്ഞത്, അവന്റെ മുമ്പിൽ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാൻ അവർ മെനക്കെട്ടില്ല. പക്ഷെ അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർ ധൈര്യവാനും സ്വാതന്ത്ര്യമുള്ളവരും സന്തോഷമുള്ളവരുമായിട്ട് തോന്നി. അപ്പൊ ഞാൻ കാര്യം പറഞ്ഞില്ലേ, യേശുക്രിസ്തു പോലും മരിച്ച് അടക്കപ്പെട്ട് കിടന്ന 3 ദിവസം കല്ലറയിൽ പ്രാർത്ഥിക്കാൻ ആരും ദൈവം അനുവദിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചുപോയ നമ്മുടെ മനുഷ്യരെ, സഹചരായിരിക്കുന്ന മനുഷ്യര്, മരിച്ചു പോകുന്ന മനുഷ്യര് അടക്കം ചെയ്താൽ അവന്റെ കല്ലറയിൽ പോയി വണങ്ങുന്നത് തെറ്റല്ലേ? എന്തെങ്കിലും പ്രയോജനമുണ്ടോ അതിനകത്ത്? കാണിച്ചിട്ടില്ലെന്നല്ല, അത് പോഷത്വമാണ്. കാരണം ഒരു വചനമുണ്ട്, മരിച്ചവരോടല്ല ജീവിച്ചിരിക്കുന്നവരോടല്ലേ പ്രാർത്ഥിക്കേണ്ടേ? ഇപ്പൊ ഞാൻ പറഞ്ഞു, അത് സ്തുതിക്കുന്നില്ല, അത് വേറെ തന്നെ. അപ്പൊ ഇത് കേട്ടെ, അപ്പൊ ഞാൻ 23 വർഷം മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ എന്നോട് സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് നിങ്ങളോട് മിണ്ടാൻ പറ്റുമോ? എന്റെ കല്ലറ അവിടെ കണ്ടനെ ഇപ്പോഴും നിങ്ങൾ അവിടെ വന്നിട്ട് എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയാൻ എനിക്ക് പറ്റുമോ? എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ? ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം ഉണ്ടല്ലോ പൈശാചികമായിരിക്കും. നമ്മുടെ യേശുക്രിസ്തുവിലുള്ള നിർമ്മലതയിൽ നിന്നും യേശുക്രിസ്തുവിലുള്ള ആ ഏകാഗ്രത നമ്മളെ തെറ്റിച്ച് കളയുന്ന ഈ കാര്യങ്ങളൊക്കെ. കാരണം യേശുക്രിസ്തു മാത്രമേ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനുള്ളൂ പിതാവിൻ്റെ അടുത്ത്. അതാ പറഞ്ഞ, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി യേശുക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു. അപ്പൊ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ആരുണ്ട്? വേറെ ആരെങ്കിലും ഉണ്ടോ? ആരും പോയിട്ടില്ല. നിങ്ങൾ പറയുന്ന പോലെ ഈ മറിയ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ചെന്നിട്ടില്ല. പൗലോസ് പോലും അവിടെ ചെന്നിട്ടില്ല. ഇപ്പം
ഇതൊക്കെ ലോകാവസാനത്തിൽ ന്യായവിധിക്ക് ശേഷം മാത്രമേ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കത്തുള്ളൂ. ഇപ്പോൾ യേശുക്രിസ്തു അല്ലാതെ ആരും സ്വർഗത്തിൽ പിതാവിന്റെ കൂടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ സമയം അത് ലോകാവസാനത്തിൽ മാത്രമേ പൗലോസ് ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗീയ പ്രവേശനം സാധ്യമാകത്തുള്ളൂ. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവരും മറ്റെവിടെയോ സൂക്ഷിക്കപ്പെടുന്നുണ്ടാവാം. അതിനെപ്പറ്റി ബൈബിൾ എനിക്ക് അത്ര വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞു, അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് അമർന്നു. എന്നിട്ട് എബ്രായലേഖനം പറഞ്ഞു, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക്, അപ്പൊ യേശുക്രിസ്തുവിൽ കൂടെ ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി യേശുക്രിസ്തു പിതാവിനോട് അപേക്ഷിക്കും. അപ്പം എല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തു അപേക്ഷിക്കുമോ? ദൈവത്തെ അന്വേഷിക്കുന്ന, യേശുക്രിസ്തു മൂലം ദൈവത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ യേശുക്രിസ്തു അവിടെ പക്ഷപാതം ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ മരിച്ചവരുടെ കല്ലറയിലോ പരിമല തിരുമേനിയുടെ കബറിടത്തിലോ അല്ലെങ്കിൽ ശബരിമലയിലോ മറ്റെവിടെയെങ്കിലും ദൈവത്തെ എന്നവണ്ണം അന്വേഷിച്ചാലും യേശുക്രിസ്തുവിനെ കൊണ്ട് എനിക്ക് പ്രയോജനമില്ല. യേശുക്രിസ്തു എനിക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്യത്തില്ല. സ്വർഗത്തിൽ ഇവ മാത്രമേ ഉള്ളൂ. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞാലേ പിതാവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കത്തുള്ളൂ. യേശുക്രിസ്തു നോ എന്ന് പറഞ്ഞാൽ നോ പിതാവ്. യേശുക്രിസ്തു എന്നെ പറ്റി യേസ് എന്ന് പറഞ്ഞാൽ യേസ്. കാരണം സകല അധികാരങ്ങളും യേശുക്രിസ്തുവിനാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ ഒരുത്തൻ നിഷേധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനടുത്ത് എല്ലാം പറ്റുമോ? ഇല്ല. അവൻ പറഞ്ഞ എന്താണ്? പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നതിനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അപ്പൊ യേശുക്രിസ്തു ഒരാളെ പിതാവിന്റെ സന്നിധിയിൽ കൊണ്ടുപോയി നിർത്തിയാൽ അവന് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാനാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പുത്രനെ നിഷേധിക്കുന്നതിന് ദൈവം മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അപ്പം ഈ പിതാവിന്റെയും പുത്രന്റെയും ആ സ്വീകാര്യത എത്രത്തോളം അത് ആ പറയുമ്പോൾ ദൈവം ഒരുവൻ അത്ര, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അപ്പം അവൻ പിന്നെ അവിടെ പിതാവും അല്ലെ ഞാനറിയാതെ ഞാൻ എന്നെ കാണുന്ന പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയുന്ന അതിനകത്തുള്ള സാരാംശത്തിനകത്തുള്ള ഞാൻ പറയാം. ദൈവത്തെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടില്ല. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, തന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനെ അറിഞ്ഞവൻ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു. ഇത് സിമ്പിളാ. ഇതിനകത്ത് വലിയ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പറയാം, എൻ്റെ വീട് കുറച്ച് ദൂരെയാണല്ലോ. അപ്പം ഇവിടുത്തെ ഗ്രഹനാഥൻ അയക്കുന്ന അച്ചായനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അച്ചായനെ പറ്റി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പോട്ടെ, ഇപ്പൊ നമ്മൾ അച്ചായൻ ഇവിടുത്തെ നാടുവാഴി തമ്പുരാനെന്ന് വിചാരിച്ചു. വെറുതെ ഇപ്പൊ ദൈവത്തെ പറ്റി നമ്മൾ ഉപമിക്കുക. അച്ചായൻ ഇവിടുത്തെ നാടുവാഴി തമ്പുരാൻ. പണ്ടാണെങ്കിൽ ഒരു നാടുവഴി ആക്കാമായിരുന്നു. ഈ നാടുവാഴി തമ്പുരാനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നാടുവാഴി തമ്പുരാന്റെ പുത്രനെ എൻ്റെ അടുക്കൽ, മോനെ എൻ്റെ അടുത്തോട്ട് വിട്ടു. എന്നിട്ട് പറഞ്ഞു, പപ്പ പറയുന്നു, അച്ഛൻ പറയുന്നു, ഇന്ന കാര്യങ്ങൾ തരാൻ പറഞ്ഞു. ഞാൻ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ ആരെ ഇറക്കി വിട്ടേ? നാടുവഴി ഇറക്കി. കാരണം നാടുവഴി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നാടുവഴി തന്റെ പുത്രനെ എൻ്റെ അടുക്കലേക്ക് വിട്ടപ്പോൾ ഞാൻ ആ പുത്രനെ തല്ലി വിട്ടെങ്കിൽ ഞാൻ അവനെ അയച്ചവനെയാ തല്ലുന്നത്. അപ്പോൾ ഞാൻ നാടുവഴിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവനെ അംഗീകരിച്ചെങ്കിൽ ഞാൻ നാടുവഴി അംഗീകരിച്ചു. സിമ്പിൾ അല്ലേ ഇത്? ഇവനെ നിഷേധിച്ചാൽ ഞാൻ നാടുവഴിയെ നിഷേധിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ ഒരുവൻ അംഗീകരിക്കണമെങ്കിൽ ഞാൻ അവനെ കണ്ടിട്ടില്ല. അവനിൽ നിന്ന് ലോകത്തിലേക്ക് വന്നവൻ യേശുക്രിസ്തു അല്ലേ? പുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ നിന്ന് കയറിയിട്ടില്ല, ഇറങ്ങിയിട്ടുമില്ല. അപ്പൊ സ്വർഗത്തിൽ നിന്ന് വന്ന പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിതാവിന് എന്നെ അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പിതാവിനെ നിഷേധിക്കുക. അത് കർത്താവ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവൻ 70 പേരെ അയക്കുന്നുണ്ട് സുവിശേഷനായിട്ട്. അപ്പൊ പറഞ്ഞു, നിങ്ങളെ ഒരുത്തൻ കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ച പിതാവിനെ. അപ്പൊ ഓപ്പോസിറ്റ് എന്തുവാ? നിങ്ങളിൽ ആരെങ്കിലും അവർ കൈവിട്ടാൽ, ഉപേക്ഷിച്ച ഒരു സുവിശേഷകനെ ഒരാൾ നിഷേധിച്ചാൽ അവനെ അയച്ചതാരാ? ഇല്ല. അപ്പൊ ഒരു സുവിശേഷകനെ, രക്ഷയുടെ സന്ദേശം പറയുന്ന ഒരു സുവിശേഷകനെ ഒരു ഭവനം ഒരു വ്യക്തി നിഷേധിച്ചാൽ അവൻ ആരെയാ നിഷേധിക്കുന്നത്? യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നത്. യേശുക്രിസ്തു നിഷേധിച്ചെടുത്ത അവനെ അയച്ച പിതാവിനെ നിഷേധിക്കുന്നു. അപ്പൊ നോക്കിയേ, ദൈവത്തിന് മനുഷ്യർക്കിടയിൽ മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ അത് വേറൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ യേശുക്രിസ്തുവിനെ ഒറ്റ നിഷേധിച്ചാൽ, കാരണം ഈ ക്രിസ്തുവിൽ കൂടെ മാത്രമേ അവിടെ ചെല്ലാനൊക്കത്തുള്ളൂ. മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പാപിയായിരുന്ന ഒരു മനുഷ്യൻ, ഇവിടെ ക്രിസ്തു, ഇവിടെ പിതാവ്. അപ്പൊ ഈ പുത്രൻ കൈ നീട്ടി എന്നെ പിടിക്കുക, താഴേന്ന് ആ കുഴിയിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്നെ പിടിച്ച് മേപ്പിട്ടുണ്ടെന്നാ. അപ്പൊ ഇവൻ കൈ നീട്ടുമ്പോൾ ഞാൻ ആ കൈ തട്ടി മാറ്റി കഴിഞ്ഞാൽ ഇവൻ എന്നെ അവിടെ കൊണ്ടുപോകാൻ പറ്റുമോ? വേറെ ആരെങ്കിലും ഉണ്ടോ അങ്ങോട്ട് കയറിപ്പാൻ? അതുമില്ല. അപ്പം എന്ന് വെച്ചാൽ ഈ ഭൂമിയിലെ സകല മനുഷ്യർക്ക് ഇവൻ മാത്രമേ ഉള്ളൂ രക്ഷകൻ, യേശുക്രിസ്തു. എന്ന് വെച്ചാൽ ഈ നരകത്തിൽ നിന്ന് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവൻ ആരോ അവനെ രക്ഷകൻ, എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നവനെ രക്ഷകൻ.
അപ്പം നമ്മളെ മരണത്തിൽ നിന്ന് ഈ പാതാളത്തിൽ നിന്ന് ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരേ ഒരുവനെ സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ളൂ. അതാരാ? യേശുക്രിസ്തു. അപ്പൊ അവനെ നിഷേധിക്കുന്ന ഒരു ദൈവമുണ്ടോ? അവൻ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. അത് സിമ്പിളായിട്ടല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ആ യേശു, അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നെ നിഷേധിക്കുന്നവൻ എന്നെ അയച്ചവനെ നിഷേധിക്കുന്നു. പുത്രനുള്ളവർക്ക് ദൈവം ഉണ്ട്, പിതാവുണ്ട്. പുത്രൻ ഇല്ലാത്തവർക്ക് പിതാവും ഇല്ല. അപ്പൊ നോക്കി, അതുകൊണ്ട് നമ്മളെല്ലാം സൃഷ്ടിച്ചോണ്ട് സുവിശേഷം പറയാം. അപ്പം ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരേ ഒരു പുരുഷൻ ആദമാണ്. ആദമിൽ നിന്നല്ലേ എല്ലാവരും ഉണ്ടായത്. അല്ലെങ്കിൽ ഞാൻ പറയാം, ഈ ഭൂമിയിൽ മറ്റൊരു കാര്യം, അത് ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ആദ്യമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു. പണ്ട് ആരംഭത്തിൽ ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ നിന്ന ഒരു മധ്യസ്ഥൻ ആദമാണ്. പക്ഷെ ഈ മധ്യസ്ഥനോട് പക്ഷപാതം ചെയ്യുന്നല്ല. അപ്പൊ ദൈവം രണ്ടാമത് ആദമിൽ നിന്നാണ് എല്ലാ ജാതികളും ഉണ്ടായത്. പക്ഷെ ഈ ആദം മുഖാന്തരം നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് വീണുപോയി. അതായത് ഇപ്പം ഇങ്ങനെ നിന്നാൽ ആദം പാപം ചെയ്തോടി ആദമിന്റെ മക്കളായിരിക്കുന്ന ഈ കോടാനുകൂടി ജനങ്ങളും എല്ലാം തന്നെ അഗാധയിലാക്കി വീണുപോയി. അപ്പൊ ഈ മധ്യസ്ഥൻ, ഈ ദൈവത്തിനും ഈ നമ്മുടെ ഇടയിൽ ആദ്യയിലുണ്ടായിരുന്ന ഈ ആദം മുഖാന്തരം നമ്മളെല്ലാം നശിച്ചു പോകുകയത്. എന്നാൽ ലോകാവസാനത്തിങ്കിൽ സ്വർഗത്തിൽ നിറങ്ങി വന്ന യേശുക്രിസ്തു, ആ പിതാവിന്റെ മടിത്തിൽ നിന്ന ക്രിസ്തു, ഈ അഗാധത്തിൽ കിടന്ന് നമ്മളെ സ്വർഗത്തിലേക്ക് ഉയർത്തുക. അപ്പൊ ഒരുവനിൽ നിന്ന് എല്ലാവരും നശിച്ചു പോയെങ്കിൽ യേശുക്രിസ്തുവിൽ മാത്രമേ ഉയർപ്പുള്ളൂ, രക്ഷയുള്ളൂ. അതാ ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ആ വചനം നമുക്ക് നിൽക്കുക. അത് 1 തിമോഥെയോസ് 2:5